ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സ്വന്തം മൊബൈൽ ഫോണിലെടുത്ത ഈ ഒരു ഫോട്ടോ ലൈറ്റ് റൂം ആപ്ലിക്കേഷനിലിട്ട് നമ്മൾ ഒരു പ്രോ മോഡലൊരു എഡിറ്റ് ഇൻസ്റ്റാഗ്രാമിലെല്ലാം പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോ മോഡലൊരു എഡിറ്റിംഗ് വേർഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഇവിടെ ഞാൻ കാണിക്കുന്നതാണ്, ഫോളോ ചെയ്യുക. ഫസ്റ്റ് തന്നെ നമ്മൾ ഫോട്ടോ ലൈറ്റ് റൂമിൽ ആഡ് ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്ക് അറിയാതിരിക്കാം, അറിയാവുന്നവർ സ്കിപ്പ് ചെയ്യുക. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ ലൈറ്റ് റൂമിൽ ആഡ് ചെയ്തതിന് ശേഷം ഫോട്ടോ ക്രോപ്പ് ചെയ്യേണ്ട ഫോട്ടോ ആണെങ്കിൽ ക്രോപ്പ് ചെയ്യുക, നല്ല രീതിക്ക് ക്രോപ്പ് ചെയ്തെടുക്കുക. ശേഷം ഞാൻ ക്രോപ്പ് ചെയ്താണ്. അതിന് ശേഷം നമ്മൾ ലൈറ്റ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ലൈറ്റ് എന്ന ഓപ്ഷനിൽ നിന്ന് അവിടെ എക്സ്പോഷർ വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോയ്ക്ക് എത്രമാത്രം വെളിച്ചം നമുക്ക് ആവശ്യമാണ് ആ ഒരു സെറ്റിങ്സാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്രയും എക്സ്പോഷർ കൂട്ടുക, കുറയ്ക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്ത് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്രയും വാല്യൂ കൊടുക്കുക. ശേഷം കോൺട്രാസ്റ്റ്, അതിനുശേഷം ഷാഡോ, അങ്ങനെ നിരവധി ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് സാറ്റിസ്ഫൈഡ്. നിങ്ങളൊരു ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങളെ മനസ്സിലുണ്ടാവും ആ ഫോട്ടോ എങ്ങനെ ഉണ്ടായിരിക്കണം എഡിറ്റ് ചെയ്തതിന് ശേഷം. അപ്പം നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആ ഒരു മൂഡിൽ വാല്യൂ കൊടുക്കുക. ഞാൻ കൊടുത്ത വാല്യൂ കൂടി ഉണ്ട്, നിങ്ങൾ പോസ് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. അടുത്ത ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് നമുക്കിവിടെ കളർ ഗ്രേഡിങ്. ആ ഫോട്ടോയുടെ ലൈഫ് ഫേക്ക് ഈ കളർ ഗ്രേഡിങ്ങിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഗ്രീനാണ് കൂടുതലും. അപ്പോൾ ആ ഗ്രീൻ നഷ്ടപ്പെടാത്ത രീതിയിലാണ് ഞാനിവിടെ വാല്യൂ കൊടുക്കുന്നത്. ടെമ്പറേച്ചർ, ടിൻറ്റ്, വൈബ്രൻസ്, സാച്ചുറേഷൻ, ഇതെല്ലാം കളറിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസാണ്. അത് ഞാനിവിടെ മൈനസ് ആക്കേണ്ടത് മൈനസും, പ്ലസ് ആകേണ്ടത് പ്ലസും ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ സാച്ചുറേഷൻ അധികം ആക്കാൻ പാടില്ല. കാരണം സാച്ചുറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോ ഭയങ്കരമായിട്ട് കളർ കയറി ഭയങ്കര വൃത്തികേടായിരിക്കും നമുക്ക് ഫോട്ടോ കാണാനായിട്ട്. അപ്പോൾ എല്ലാം കറക്റ്റ് വാല്യൂ തന്നെ കൊടുത്ത് വെക്കുക. ഞാൻ എൻ്റേതായ രീതിയിലുള്ള എഡിറ്റിംഗ് ആണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളേതായ എഡിറ്റിംഗ് നിങ്ങൾക്ക് എൻ്റെ തന്നെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയണില്ല. ഞാൻ എൻ്റെ മൈൻഡിലുള്ള ഒരു ഫോട്ടോ ആണ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വാല്യൂ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന ഫോട്ടോ ചിലപ്പോൾ ഇതുപോലെ ആയിരിക്കില്ല, ഇതിനേക്കാൾ ഇച്ചിരി ബെറ്റർ ഫോട്ടോ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും ഇച്ചിരി കൂടെ ബെറ്ററായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഞാൻ എൻ്റെ മനസ്സിലുള്ള ഒരു ഫോട്ടോ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് ഈ രീതിയിലുള്ള എഡിറ്റിംഗ് വേണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഈ ഗ്രീൻ കളറെല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ സ്കൈ നോക്കണം. കാരണം സ്കൈ വൈറ്റ് കളറാണ് അവിടെ സ്കൈ. എനിക്ക് ആ സ്കൈ കുറച്ച് ബ്ലൂ ആയിട്ട് വേണമെന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പം സ്കൈക്ക് കളർ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സൈഡിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഗ്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ നമ്മൾ അതിനകത്ത് മൂന്നാമത്തെ ഓപ്ഷൻ എടുത്ത് വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുമ്പോൾ അതിന് സെൻറ്ററിലുള്ള റൗണ്ട് ബട്ടൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ സ്കൈൻ്റെ കളർ മാറുന്നത്. ഇപ്പം നോർമലി ഫോട്ടോയും നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോയും നിങ്ങൾ കണ്ടാണ്. അപ്പം അത് ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ കർവിലേക്ക് വരിക. കർവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കർവ് ചേഞ്ച് ചെയ്താൽ മതി. എനിക്കിവിടെ ഒരു മൂടി ഫീൽ കിട്ടണം ഫോട്ടോയ്ക്ക്. ഓവർ ലൈറ്റ് വേണ്ട, ഓവർ ഡാർക്ക് വേണ്ട, ആ ഒരു ഫീൽ എനിക്കൊരു മൂടിയായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വാല്യൂ ഇവിടെ കൊടുക്കുന്നുണ്ട്. നോർമൽ കളറല്ല, മൂടി ഫീൽ കിട്ടേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഗ്രീൻ, ഇവിടെ കാണുന്ന ഗ്രീന്, റെഡ്, ബ്ലൂ, ഈ 3 കളർ ഞാൻ ഏകദേശം ചേഞ്ച് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു വാല്യൂ മാത്രം. കാരണം എനിക്ക് ഓവറായിട്ട് കർവിൽ നിന്ന് വേണ്ട, എനിക്ക് കർവിൽ നിന്ന് ഒരു മൂടി മാത്രം കിട്ടുക. അപ്പോൾ റെഡ്, ബ്ലൂ, ഗ്രീൻ ആയാലും ഞാൻ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. പക്ഷേ ചെറിയൊരു ചേഞ്ച് മാത്രമേ ഞാൻ വരുത്തുന്നുള്ളൂ. അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ ലൈറ്റ് റൂമിലുള്ള എഡിറ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. മൊത്തത്തിൽ ലൈറ്റ് റൂമിലുള്ള എഡിറ്റിംഗ് ഫിനിഷ് ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം അവിടെ സ്കൈൻ്റെ കളർ ബ്ലൂ മാറ്റുമ്പോൾ സ്കൈൻ്റെ കളറൊക്കെ മാറി ഫോട്ടോ ഫുൾ ഫിനിഷ് ആയിട്ട് നമുക്ക് മുന്നത്തെ ഫോട്ടോ ഈ ഫോട്ടോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്തുമാത്രം വ്യത്യാസം വന്നിട്ടുണ്ടെന്ന്. ശേഷം എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ ഫോട്ടോ ഇങ്ങനെ കിട്ടി. അതാണ് ശേഷം നമ്മൾ ഫോട്ടോ വീണ്ടും സേവ് ചെയ്യുക, നമ്മുടെ ഫോണിലേക്ക് സേവ് ചെയ്യുക.